തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ വാഗ്ദാനങ്ങളുമായി യു.ഡി.എഫ് പ്രകടന പത്രികയിലെ വമ്പൻ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് രണ്ട് നഗരങ്ങളിലെ മെട്രോ പദ്ധതി. കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളുടെ സമഗ്ര വികസനത്തിന് ഇത് ഗെയിം ചേഞ്ചർ ആകുമെന്ന വാഗ്ദാനമാണ് യു.ഡി.എഫ് നൽകുന്നത്. നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും റോഡിലെ തിരക്കിന് പരിഹാരമാകാനും ഇത് മുതൽക്കൂട്ടാകുമെന്നാണ് യു.ഡി.എഫിന്റെ വിലയിരുത്തൽ. മെട്രോ പദ്ധതികൾ നടപ്പിലാകുന്നതോടെ കോഴിക്കോട്, തിരുവനന്തപുരം നഗരങ്ങളിൽ നോളജ് ഇക്കോണമി കേന്ദ്രങ്ങളായി മാറുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, ബിസിനസ് അന്തരീക്ഷം ശക്തിപ്പെടുത്തുകയും നിക്ഷേപകർക്ക് ഇത് കൂടുതൽ ആകർഷകമാവുകയും ചെയ്യുമെന്നും അവർ കണക്കുകൂട്ടുന്നു. മെട്രോകൾ വരുന്നത് പുതിയ വ്യവസായങ്ങൾ നഗരങ്ങളിലേക്ക് എത്താനും ഐ.ടി, സേവന മേഖലകൾ ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും സഹായമാകും. യുവാക്കൾക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ലഭിക്കുമെന്നും യു.ഡി.എഫ് വ്യക്തമാക്കുന്നു. നഗര ഗതാഗത കുരുക്ക് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനം ഉറപ്പാക്കാനും മെട്രോ പദ്ധതികൾ സഹായിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ദീർഘകാല നഗരവികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ പദ്ധതി നിർണായകമാകുമെന്ന വിലയിരുത്തലാണ് യു.ഡി.എഫ്. കൂടാതെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരുമെന്നും സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ യു.ഡി.എഫ് ഉറപ്പു നൽകുന്നു. റബ്ബർ താങ്ങുവില 300 രൂപയായി ഉയർത്തുമെന്നും കുറഞ്ഞ ചെലവിൽ ഭക്ഷണം ലഭിക്കുന്ന ഇന്ദിരാ ക്യാന്റീനുകൾ സംസ്ഥാനത്ത് വ്യാപിപ്പിക്കുമെന്നും ഐക്യമുന്നണി പ്രകടന പത്രികയിൽ പറയുന്നു.